അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മർഹബൻ ബിക്കും ലേൺ അറബിക് വിത്ത് മീ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാലിക്യങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. ആരാണ് സാലിക്യങ്ങള്? സ്വന്തമായ വീടോ സമ്പാദ്യമോ ഒന്നുമില്ലാത്ത ഒരു കൂട്ടം കവികളെയാണ് സാലിക്യങ്ങൾ എന്ന് പറയുന്നത്. അവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ തന്റെ ഗോത്രങ്ങളിൽ നിന്നും മറ്റും കൊള്ളയടിച്ചും അവരെ ആക്രമിച്ചും ഒക്കെ ജീവിക്കുന്നവരാണ്. ഒന്നുകിൽ അവർ തന്റെ ഗോത്രങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരാണ്, അവരുടെ അക്രമം കാരണം. അതുമല്ലെങ്കിൽ കറുത്ത വർഗ്ഗക്കാരുടെ മക്കള് തന്റെ കറുപ്പ് കാരണം മാറ്റി നിർത്തപ്പെട്ടവര്. നമുക്ക് നെറ്റിന്റെ സിലബസിൽ പഠിക്കാനുള്ളത് 3 കവികളെ കുറിച്ചാണ്. തഅബത്ത് ഷറ, ഷംഫാരി, അതുപോലെ തന്നെ ഉർവത്തുൽ വർദ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോരുത്തരെയും നല്ല വിശദമായിട്ട് പരിചയപ്പെടാം. ആദ്യം നമുക്ക് തഅബത്ത് ഷറീനെ കുറിച്ച് പഠിക്കാം. അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം സാബിത്ത് ഇബ്നു ജാബിർ ഇബ്നു സുഫ്യാനുൽ ഫഹ്മി എന്നാണ്. അദ്ദേഹം അഹദു ഷുഅറ സാലിക് കവികളിൽപ്പെട്ട ഏറ്റവും പ്രശസ്തനായ ഒരു കവിയാണ്. കാന അസ്മഉൽ അറബിയു അബ്സറഹു അക്യദുഹും. അദ്ദേഹം അറബികളിൽ വെച്ച് ഏറ്റവും നല്ല കേൾവി ശക്തിയും കാഴ്ചശക്തിയും നല്ല കുതന്ത്രശാലിയുമാണ്. കാന ഇബ്നു ഉമ്മത്തിൻ ഹബ്ഷിയത്തുൻ സഞ്ചിയത്തുൻ സൗദാഉൻ. അവരുടെ മാതാവ് ഒരു കറുത്ത നീഗ്രോ വംശക്കാരിയാണ്. അതുകൊണ്ട് തന്നെ ഫയുഅദ്ദു മിൻ അഗരിബത്തുൽ അറബ്. തന്നെ തഅബത്ത് ഷറീന് അഗരിബത്തുൽ അറബിൽ എണ്ണപ്പെട്ടു. അഗരിബത്തുൽ അറബ് പറഞ്ഞെങ്കിൽ കറുത്ത അടിമസ്ത്രീകളുടെ മക്കള്, അന്തർത്തുബ്നു ഷദാദിനെ പോലെ. ഇനി തഅബത്ത് ഷറ എന്ന് പേര് വരാനുള്ള കാരണമാണ് ഇവിടെ പറയുന്നത്. ധാരാളം കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് ذات يوم أنه تأبت سكينا وخرج من بيته فسئلت عنه أمه فقالت لا أدري ولكنه تأبت شرا وخرج فسمي هذا الاسم. ഒരു ദിവസം തഅബത്ത് ഷറ ഒരു കത്തി തന്റെ ഇബത്തില് കക്ഷത്തിൽ വെച്ചിട്ട് പുറത്തുപോയി വീട്ടിൽ നിന്ന്. ഇത് ഉമ്മ കാണുന്നുണ്ട്. ഉമ്മയോട് ഒരാൾ ചോദിക്കുന്നു തഅബത്ത് ഷറ എവിടെയാണ് എന്ന്. ആ സമയത്ത് ഉമ്മ പറയുന്നു ലാ അദ്രി, എനിക്കറിയുകയില്ല. വലാകിന്നഹു തഅബത്ത് ഷറൻ വഖറജ ഫസുമ്മിയ ഹാസൽ ഇസ്മ. എനിക്കറിയുകയില്ല, പക്ഷെ അദ്ദേഹം തഅബത്ത് ഷറ ഒരു ഷറിനെ ഇബത്തില് കക്ഷത്തിൽ വെച്ചിട്ട് പുറത്തു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ തഅബത്ത് ഷറ എന്ന് പേര് വന്നതെന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെ ഒരു കാരണം പറയുന്നത് അദ്ദേഹം ധാരാളം ജിനായത്ത് കുറ്റങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ തഅബത്ത് ഷറ എന്ന് പേര് വന്നതെന്നും പറയപ്പെടുന്നുണ്ട്. സാലുക്ക് കവികളിൽ പ്രധാനപ്പെട്ട ഒരു കവിയാണ് ഷംഫരി. ഷംഫരിയും തഅബത്ത് ഷറും വളരെ നല്ല കൂട്ടുകാരായിരുന്നു. ഇവരോടൊപ്പം മറ്റു ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. അവന്റെ പേരാണ് അംർ ഇബ്നു ബുറാഖ്. ഇവർ 3 പേരും ഒന്നിച്ചിട്ട് അതിക്രമങ്ങൾ നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ഷംഫരിയുടെ സഹോദരിയുടെ മകനാണ് തഅബത്ത് ഷറ. ഇവരിൽ ആദ്യം വഫാത്തായത് ഷംഫരിയാണ്. ഷംഫരി വഫാത്തായതിന്റെ മേലെ തഅബത്ത് ഷറ വിലാപകാവ്യം രചിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. തഅബത്ത് ഷറയുടെ പിതാവ് ചെറുപ്പത്തിൽ തന്നെ വഫാത്തായി. അതുകൊണ്ട് തന്നെ മാതാവ് അബി കബീൽ ഹുസ്ലിയെ വിവാഹം ചെയ്തു. അദ്ദേഹം വലിയൊരു സാലോക്യങ്ങളിൽപ്പെട്ട ആളായിരുന്നു. തഅബത്ത് ഷറ വഫാത്താകുന്നത് ബിലാദ് ഹുസൈലിന്റെ നാട്ടിൽ വെച്ചാണ്. റുമിയ ബിഹി ഫിഗാർ. അദ്ദേഹത്തെ പിന്നീട് ഗുഹയിൽ എറിയപ്പെട്ടു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഇനി പറയുന്നത് അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളാണ്. ഹുവ റജുലുൽ കറമി വൽ ജൂദ്. അദ്ദേഹം ഔദാര്യവാനും ധർമ്മിഷ്ഠനുമാണ്. അല്ലസി യുഅസിറു അവയാഫുഹു അലാ നഫ്സിഹി. അതിഥികളെ സ്വന്തത്തെക്കാൾ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. അദബുഹു അവരുടെ സാഹിത്യം. അദബുൻ ഇഅ്തിറാഫിൻ ഖസസിൻ മൽഹമിയുൻ. കെട്ടുകഥയും കഥാരൂപത്തിലുമൊക്കെ ആയിരുന്നുള്ള അദ്ദേഹത്തിന്റെ സാഹിത്യം. യോറഫു അദ്ദേഹം അറിയപ്പെടുന്നത് ബി ഉമ്മിൽ അയ്യാൽ എന്നാണ്. ഉമ്മിൽ അയ്യാൽ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഷംഫരി വിളിച്ച പേരാണ് ഉമ്മുൽ അയ്യാൽ. കുഞ്ഞത്തഹു അദ്ദേഹത്തിന്റെ വിളിപ്പേര് അബൂ സുഹൈർ എന്നാണ്. മുഫല്ലൽ ഇബ്നു ലബി എന്ന ആള് രചിച്ച ഒരു കിതാബാണ് മുഫല്ലലിയാത്ത്. മുഫല്ലലിയാത്തിന്റെ തുടക്കത്തില് തഅബത്ത് ഷറീന്റെയും ഷംഫരിയുടെയും കസീദകളാണ് കൊടുത്തിട്ടുള്ളത്. അതത് അബിയാത്തിൽ മുഫല്ലലിയാത്ത് തഅബത്ത് ഷറ. തഅബത്ത് ഷറയുടെ മുഫല്ലലിയാത്തിന്റെ അബിയാത്തുകളുടെ എണ്ണം 26ആണ്. ബഹ്റുൽ ബസീത്തിലാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് തഅബത്ത് ഷറീനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ഷംഫരിയെ കുറിച്ച് പഠിക്കാം. ഷംഫരി ഏകദേശം ഷംഫരിയുടെയും തഅബത്ത് ഷറീന്റെയും ജീവിതം ഒരുപോലെയാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. സാബിത്ത് ഇബ്നു ഔസ് എന്നാണ് ഷംഫരിയുടെ യഥാർത്ഥ നാമം. സാബിത്ത് ഇബ്നു ജാബിർ എന്നറിയപ്പെടുന്നത് തഅബത്ത് ഷറാണ് അല്ലെ.
ഇത് സാബിത്ത് ബിൻ ഔസ് മിനൽ അസ്ദ് ഗോത്രത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പക്ഷെ വളരുന്നത് ഫഹ്മ ഗോത്രത്തിലാണ്. അൽ മുലഖബ് ബി ഷംഫരി, ഷംഫരി എന്നത് അദ്ദേഹത്തിന്റെ ലഖബാണ്. ഹുവ കഹ്താനി നസ്ബ്, അദ്ദേഹം കഹ്താനിക്കാരാണ്. കഹ്താനി പറഞ്ഞാൽ യമനിൽ അസല് യമനുള്ള ആൾക്കാരാണ് കഹ്താനികൾ. യദുല്ലു ഇസ്മുഹു മാനാഹു അൽ ഖലീൽ ഷഫാഹു, ഷംഫരി എന്ന പേരിന്റെ ആശയം അൽ ഖലീൽ ഷഫാഹു, അദ്ദേഹത്തിന്റെ 2 ചുണ്ടുകൾ ഇങ്ങനെ വീർത്തിരിക്കുന്നത്, പുറത്തേക്ക് തള്ളി നിൽക്കുന്നതിനെയാണ് അദ്ദേഹത്തിന്റെ കറുപ്പ് കാരണം. അതുകൊണ്ടാണ് ഷംഫരി എന്ന് പേര് വന്നത്. കാനത്ത് ഉമ്മുഹു ഹബ്ഷിയത്തുൻ വഖദ് വറസ അൻഹാ സവാദഹ, അദ്ദേഹത്തിന്റെ ഉമ്മ ഹബ്ഷിയക്കാരിയാണ്, എത്യോപ്യക്കാരിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കറുപ്പ് അദ്ദേഹം അനന്തരമായിട്ട് ലഭിച്ചു അദ്ദേഹത്തിന്. വലിസാലിക യുഅദ്ദു മിൻ ഫി അഗരിബത്തിൽ അറബ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും അഗരിബത്തിൽ അറബിൽ എണ്ണപ്പെട്ടു. അഗരിബത്തിൽ അറബ് പറഞ്ഞെങ്കിൽ കറുത്ത അടിമസ്ത്രീകളുടെ മക്കള്. قد عاش سعلوكا ولسا في قبيلة الفحم ولا نراه ينشأ في قبيلة الأزد. നമ്മുടെ ഷംഫരി ജനിക്കുന്നത് അസ്ദ് ഗോത്രത്തിലാണ്, പക്ഷേ അദ്ദേഹം വളരുന്നത് ഫഹ്മ ഗോത്രത്തിലാണ്. ഫഹ്മ ഗോത്രം എന്ന് പറഞ്ഞെങ്കിൽ കവർച്ചയും അതിക്രമവും ധാരാളമുള്ള കബീലയാണ് ഫഹ്മ ഗോത്രത്തിൽ. അതുകൊണ്ട് തന്നെ ഷംഫരിയും സാലൂക്കായിട്ടും ലിസ് കവർച്ച നടക്കുന്ന ആളായിട്ടാണ് ജീവിക്കുന്നത്. അദ്ദേഹം അസ്ദ് ഗോത്രത്തിൽ വളരാതിരിക്കാനുള്ള കാരണം അസ്ദ് ഗോത്രത്തിൽ തൻ്റെ പിതാവിനെ വധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷംഫരിയുടെ മാതാവ് അദ്ദേഹത്തെയും കൂട്ടി ഫഹ്മ ഗോത്രത്തിലേക്ക് മാറി താമസിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ബനി ഫഹ്മിൽ വളരുന്നത്. ഹുവ ഷാഇറുൻ ജാഹിലിയും മിന തബഖത്ത് സാനിയ, അദ്ദേഹം ജാഹിലിയ കാലഘട്ടത്തെ ഒരു കവിയാണ്. തബഖത്ത് സാനിയിൽപ്പെട്ട ഓരോ തബക്കുകളുണ്ട്, അതിൽ 2ാമത്തെ തബക്കയിൽപ്പെട്ട ആളാണ് നമ്മുടെ ഷംഫരി. തൻസിബു ലഹു ലാമിയത്തുൽ അറബ്, അദ്ദേഹത്തിന് ഒരു ലാമിയത്തുൽ അറബി എന്ന ഖസീദ ഉണ്ട്, ലാമ കൊണ്ട് അവസാനിക്കുന്ന ഒരു കവിത, അതിനെ ലാമിയത്തുൽ അറബി എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഫീമ യർവി അൻഹു, അദ്ദേഹത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അന്നഹു ഹലഫ ലിയഖ്തുൽ മിഅത റജുലുൻ മിൻ ബനി സൽമാൻ ഫഖതല 99, അദ്ദേഹം പ്രതികാരമായിട്ട് ബനി സൽമാനിൽ പെട്ട, ബനി സൽമാൻ എന്ന് പറഞ്ഞെങ്കിൽ അസ്ദ് ഗോത്രത്തിൽപ്പെട്ട ഒരു വിഭാഗം ആൾക്കാർ, അതിൽ 100 പേരെ വധിക്കുമെന്ന് അദ്ദേഹം സത്യം ചെയ്തിട്ടുണ്ട്. അതിൽ 99 പേരെ അദ്ദേഹം വധിച്ചിട്ടുണ്ട്. പിന്നീട് ചതിപ്രയോഗത്തിലൂടെ അദ്ദേഹത്തെ ബനി സൽമാൻ ആൾക്കാർ പിടികൂടുകയും അതിലെ ഉസൈദുബിനു ജാബിർ എന്ന ആള് നമ്മുടെ ഷംഫരിയെ വധിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ശവത്തിൻ്റെ അരികിലൂടെ ബനി സലമാനിൽപ്പെട്ട ഒരാൾ നടന്നു പോയി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തലയോട്ടിൽ അറിയാതെ ചവിട്ടിപ്പോയി. അത് കാരണം അതിൻ്റെ അസ്ഥി എല്ലിൻ്റെ കഷ്ണം അദ്ദേഹത്തിൻ്റെ കാലിൽ തിറക്കുകയും അത് കാരണം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ 100 പേരെ ബനി സലമാനിൽപ്പെട്ട 100 പേരെ അദ്ദേഹം വധിച്ചു കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത്. ജീവിക്കുമ്പോൾ 99 പേരെയും മരിച്ച സമയത്ത് ഒരാളെയും മരണത്തിന് ശേഷം ഒരാളെയും വധിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ലഹൂഷിയോറും ഫിൽ ഫഖ്ർ വൽ ഹമാസ, അദ്ദേഹം ഫഖ്റിനെയും ഹമാസ് ധീരതയെക്കുറിച്ച് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ കവിതയിൽ. അദ്ദേഹത്തിൻ്റെ കവിത അറിയപ്പെടുന്നത് ലാമിയത്തുൽ അറബി എന്നാണ്. അതിൽ ഏകദേശം 68 ബൈത്തുകൾ അടങ്ങിയിട്ടുണ്ട്. മത്ലഉ ലാമിയത്തുൽ അറബ്, ലാമിയത്തുൽ അറബിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: അഖീമു ബനി ഉമ്മി സുദൂറ മത്തിയിഖും ഫഇന്നി ഇലാ ഖൗമിൻ സിവാകുമുൽ അമിയലു. അഖീമു ബനി ഉമ്മി സുദൂറ മത്തിയിഖും ഫഇന്നി ഇലാ ഖൗമിൻ സിവാകുമുൽ അമിയലു. ഇത്രയൊക്കെയാണ് നമ്മുടെ ഷംഫരിയെ കുറിച്ച് പറയുന്നത്. നമ്മുടെ ഷംഫരിയെ കുറിച്ചും ബഷറിനെ കുറിച്ച് ഏകദേശം ഖസീദകളൊക്കെ ഒരുപോലെയാണ്. നമുക്ക് പഠിക്കാനുള്ളത് ഉർവത്തുബ്നുൽ വർദിനെ കുറിച്ചാണ്. കാന ഷാഇറൻ ഫാരിസൻ വസാലൂക്കൻ മുഖദ്ദിമൻ, അദ്ദേഹം സാലൂക്കുകൾ വെച്ച് ഏറ്റവും മുൻപന്തിയിലുള്ള നല്ല യോദ്ധാവായ ഒരു കവിയായിരുന്നു നമ്മുടെ ഉർവത്തുബ്നുൽ വർദ്. അദ്ദേഹം നല്ല തറവാടിത്തമുള്ള ആളായിരുന്നു. മറ്റുള്ളവരെ പോലെ ഹബ്ഷികളുടെ മക്കളൊന്നുമല്ല. സാലൂക്ക് എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ജോലിയാണ്, നല്ലൊരു സഹായമായിട്ടാണ് കണ്ടത്. കാന വാലിദുഹു മിൻ അബ്സ് ഗോത്രത്തിൽപ്പെട്ടതാണ് തൻ്റെ പിതാവ്. മിൻ ഷുജാനി കബീലത്തുഹു അഷ്റാഫിഹിം, അദ്ദേഹത്തിൻ്റെ കബീലയിലെ ഏറ്റവും ധീരനും അതുപോലെ തന്നെ പ്രമുഖരായ ഒരു വ്യക്തിയുമായിരുന്നു തൻ്റെ പിതാവ്. കാന ലഹു ദോറുൻ ബാരിസുൻ ഫി ഹർബി ദാഹിസ് വൽ ഖബ്രാ, ദാഹിസ് ഖബ്രാ യുദ്ധത്തിൽ അദ്ദേഹം വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. ദാഹിസ് വൽ ഖബ്രാ യുദ്ധമുണ്ടായത് ഹബ്സ് സുബിയാൻ ഗോത്രങ്ങൾക്കിടയിലാണ്. അപ്പോൾ അതിൽ നല്ലൊരു പങ്ക് തൻ്റെ പിതാവ് വഹിച്ചിട്ടുണ്ട്. ഹുവ ഇബ്നു സെയ്ദ് അംർ,
ഇബ്നു സെയ്ദ് അംറ എന്നും നമ്മുടെ ഉർവത്തുബിനുൽ വർദ് അറിയപ്പെടുന്നുണ്ട്. നസബഹു മിൻ അബ്സ് ഗോത്രമാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെത്. ഉമ്മയുടേത് ഉമ്മുഹു മിൻ ഖബീലത്ത് നഹദ്, ഉമ്മയുടെ ഗോത്രം നഹദ് ഗോത്രമാണ്. അപ്പോൾ നല്ല തറവാടിത്തമുള്ള ഗോത്രമായിരുന്നു നമ്മുടെ ഉർവത്തുബിനുൽ വർദിൻ്റേത്. ഹുവ യുഅദ്ദു മിന സാലിക്കിൽ മുഖദ്ദിമീനൽ അജ്വദ്, സാലിക്കങ്ങൾ വെച്ച് ഏറ്റവും നല്ല ധർമ്മിഷ്ഠനായ ആളായിരുന്നു നമ്മുടെ ഉർവത്തുബിനുൽ വർദ. അദ്ദേഹത്തിന് ഉർവത്തു സാലിക്കുകളുടെ ഉർവ എന്നും പേരുണ്ട്. അങ്ങനെ പേര് വരാൻ കാരണം അദ്ദേഹം ജനങ്ങളോടൊപ്പം ഒരുമിച്ച് നിന്ന് അവരുടെ സഹായം ചെയ്തു കൊടുത്ത് അവർ യുദ്ധങ്ങൾക്ക് നാശനഷ്ടമുണ്ടാകുമ്പോൾ കൂടെ നിന്ന് സഹായിക്കുകയുണ്ടായിരുന്നു. അങ്ങനെയാണ് ഉർവത്തു സാലിക് എന്ന് ലഖബ് വരാൻ കാരണം. അദ്ദേഹം കൊള്ള ചെയ്യാനോ കവർച്ച നടത്താനോ മറ്റുമല്ല അദ്ദേഹം അതിക്രമം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കബീലത്തിലെ ആൾക്കാർക്ക്, അബ്സിന്റെ ആൾക്കാർക്ക്, അവരിലെ പാവപ്പെട്ടവർക്ക്, ബലഹീനന്മാർക്ക്, രോഗികൾക്ക് മറ്റും സഹായം ചെയ്യാൻ വേണ്ടിയാണ് അവരെ അതിക്രമം നടത്തുന്നത്. അങ്ങനെ അക്രമം നടത്തുന്ന ഒരു ജോലിയായി മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി മാത്രം അതിക്രമം നടത്തുന്ന ആളായിരുന്നു നമ്മുടെ ഉർവത്തുബിനുൽ വർദ എന്ന കവി. മുആവിയ റളിയല്ലാഹു അൻഹു ഉർവത്തുബിനുൽ വർദിനെ കുറിച്ച് പറയുന്നുണ്ട്. ലൗകാന ലി ഉർവത്തുബിനുൽ വർദ് വലദുൻ ലഅഹ്ബബ്തു അൻ അതസവ്വജ് ഇലൈഹിം. ഉർവത്തുബിനുൽ വർദിന് ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവളെ വിവാഹം ചെയ്തേനെ എന്നാണ് മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്നത്. അതുപോലെ തന്നെ അബ്ദുൽ മലിക് ബിനുൽ മർവാൻ പറയുന്നുണ്ട്, മൻ സഅമ അന്ന ഹാതിമൻ അസ്മഹുന്നാസ ഫഖദ് ലലമ ഉർവത്തുബിനുൽ വർദ്. ആരെങ്കിലും ഹാതിമുത്വായി ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഔദാര്യവാൻ എന്ന് പറഞ്ഞാൽ അവൻ ഉർവത്തുബിനുൽ വർദിനോട് അതിക്രമം കാണിച്ചു എന്നാണ് അബ്ദുൽ മലിക് ബിനുൽ മർവാന് പറയുന്നത്. കാരണം ഹാതിമുത്വായി വലിയൊരു ധർമ്മിഷ്ഠനാണ്, അതിനേക്കാൾ വലിയ ധർമ്മിഷ്ഠാണ് ഉർവത്തുബിനുൽ വർദ എന്നാണ് അബ്ദുൽ മലിക് ബിനു മർവാന് ഉദ്ദേശിക്കുന്നത്. വഹുവ സാലൂക്കും മിൻ അഷ്റഫ് സാലിക്, സാലുങ്ങളിൽ വെച്ച് ഏറ്റവും മാന്യമുള്ള നല്ല ഒരു സാലിക്കിൻ കവിയായിരുന്നു നമ്മുടെ ഉർവത്തുബിനുൽ വർദ. അദ്ദേഹത്തിന്റെ കബിലയുടെ ആൾക്കാർക്ക് വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്നു അദ്ദേഹത്തിന്റെ കവിതകൾ. അദ്ദേഹം മീലാദ് AD 596 വഫാത്താകുന്നത്. ഇത്രയൊക്കെയാണ് ഉർവത്തുബിനുൽ വർദിനെ കുറിച്ച് പറയാനുള്ളത്.